ുമ്പോ എൻ്റെ 5 പ്രസവം എൻ്റെ ഇക്കയാണ് നോക്കിയിരിക്കുന്നത്. എൻ്റെ ഉമ്മയും നോക്കിയിട്ടില്ല, എൻ്റെ നോക്കിയിട്ടില്ല, റംലുവിൻ്റെ അളിയനും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം, കഥകൾ ഞാൻ പറഞ്ഞുതരാം. അവള് മുഴുവൻ കഥകൾ എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റത്തെ ഒരു പ്രസവത്തിന് ഇവരൊന്നും പ്രസവത്തിനേ വന്നിട്ടില്ല കേട്ടോ. പ്രസവം ഇതാക്കാനോ നോക്കാനോ ഒന്നിനും വരാത്ത ആൾക്കാരാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു പ്രസവത്തിന് ഇവള് വന്നിട്ട് ഇവള് വീഡിയോ കണ്ട് ചിരിയാണ് വരുന്നപ്പോ ചിരി വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ടോ. സ്വന്തം പെറ്റ ഉമ്മാനൊക്കെ തള്ളിപ്പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുത്തരം മോശം പരിപാടിയാണ്. അപ്പം എന്ത് ഭയങ്കര മോശമാണത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അതോ നിങ്ങൾക്ക് അന്തല്ലാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. സ്വന്തം പെറ്റ ഉമ്മാനൊക്കെ ഇങ്ങനെ മോശമായിട്ട് പറയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശത്തിലാണ്. അപ്പം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലായിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു ഡൈവേഴ്സായി ഹസ്ബൻഡ് മരിച്ചു, പിന്നെ ഈ 5 മക്കളെയും നോക്കണം, ആ ഒരു ടെൻഷനിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രസവത്തിൽ നിങ്ങളുടെ ഉമ്മ ഒന്നും നോക്കിയിട്ടില്ല, നിങ്ങളെ ഉമ്മ നിങ്ങളെ നോക്കണില്ല, നിങ്ങളെ കുട്ടികളെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരുതരം മോശമാണ്. അപ്പോൾ അഥവാ അങ്ങനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവർക്ക് സാഹചര്യമായിരിക്കും. അവരെന്താ തൊഴിലുറപ്പിൻ്റെ പണിക്കൊക്കെ പോകണമെന്നൊക്കെ തോന്നണം. അപ്പോൾ അവർക്ക് കുടുംബം നോക്കണം, തൊഴിലുറപ്പ് പണിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടായിരിക്കും പക്ഷെ ചിലപ്പോൾ അങ്ങനെ നോക്കാൻ പറ്റാതെ ഒരു സാഹചര്യം വന്നതായിരിക്കും. എന്തായാലും ഉമ്മാക്ക് മക്കള് എന്നും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഇതൊക്കെ എല്ലാ കുടുംബ പ്രശ്നവും ഈ സോഷ്യൽ മീഡിയ വന്ന് വിളമ്പെന്നൊക്കെ നമുക്ക് ഒരുമാതിരി ബോറ് പേടിയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ ഇക്കാണ്ട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇക്കാൻ്റെ കുടുംബക്കാരെ നിങ്ങൾ ഇതിൽ പറഞ്ഞ് നിങ്ങളെ കുറ്റം പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇക്കാനോട് 100% സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ഇതേമാതിരി ഇക്കാൻ്റെ നാത്തൂനി ഇക്കാൻ്റെ ബാക്കി എൻ്റെ അനിയന്മാരും ഇക്കാൻ്റെ ഏട്ടന്മാരൊക്കെ നിങ്ങൾ ഒന്നിൽ കുറ്റം പറയാനൊക്കെ മോശമല്ല പരിപാടിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അറിവില്ലായിട്ടേക്കാരപ്പോൾ ചിലപ്പോൾ ഇത്രയല്ലേ 32 വയസ്സായിട്ടുള്ളൂ. അപ്പത്തിന് കല്യാണം കഴിഞ്ഞു, 5 മക്കളെയും പ്രസവിച്ച് ഹസ്ബൻഡും മരിച്ചു. ആ ഒരു ടെൻഷനിലായിരിക്കും. അതിൻ്റെ ഒരു മെൻറ്റാലിറ്റി ഒരു ഡിപ്രഷൻ കാരണമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതേമാർക്ക് വിളിച്ച് പറഞ്ഞാകുമ്പോൾ. പക്ഷെ നിങ്ങൾ വിളിച്ച് പറഞ്ഞതിന് മുമ്പ് നിങ്ങളൊന്ന് ഓർക്കുമ്പോൾ, കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഉമ്മാനെയാണ് പറഞ്ഞത്. നിങ്ങൾ സ്വന്തം ഒറ്റ ഉമ്മാനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയാന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ട് നിങ്ങളെ ഉമ്മാനോട് നേരിട്ട് പോയിട്ട് പറഞ്ഞോളൂ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളമ്പിയിട്ട് എന്താ കാര്യം? ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് വിളമ്പിയിട്ട് നിങ്ങളെ പ്രസവ സമയത്ത് നിങ്ങളെ ഉമ്മ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പിയിട്ട് എന്താണ് താത്ത കാര്യം? താത്ത വിളിക്കാമായിരിക്കും, എൻ്റെ മൂത്താണ് എന്തായാലും. അപ്പം നമുക്ക് താത്ത എന്നൊക്കെ വിളിക്കാം. എന്താ താത്ത നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളെ വിളമ്പിയിട്ടൊക്കെ എന്താണ് കാര്യം? അപ്പം അതെന്ന് ചോദിക്കണേ. ഉമ്മാനൊക്കെ വന്ന് വെറുതെ ആ പാവത്തിനൊക്കെ വെറുതെ വന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇക്കാണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടെങ്കിൽ ഇതേമാതിരി നിങ്ങൾ ഇക്കാൻ്റെ കുടുംബക്കാരൊക്കെ വിളിച്ച് ഇങ്ങനെ കുറ്റം പറയാം. നിങ്ങൾക്ക് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എടുത്ത് പോയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക. അല്ലാതെ ഇതേമാതിരി സോഷ്യൽ മീഡിയ വന്നിട്ട് നാത്തൂനൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നാത്തൂൻ നിങ്ങളെ കുറിച്ചും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെയോ ഗർഭം കാര്യങ്ങളൊക്കെ ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഗർഭം ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നാത്തൂന്. അതൊരു വിഷം. അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ അവരെ മാറ്റി നിങ്ങളും ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും അവർ തമ്മിൽ എന്താ മാറ്റില്ലേ? നിങ്ങൾക്ക് അത്രയും ഇക്കാണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇക്കാൻ്റെ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് വളമ്പൂലാകുമ്പോൾ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ആണ്. നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്ക് ജീവിക്കാനും ക്യാഷ് വേണം, നിങ്ങൾക്ക് ഏണിങ്സ് വേണം, അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ ഇതേമാർക്ക് കുടുംബക്കാരും കൂട്ടുകാരൊക്കെ കുറ്റം പറഞ്ഞ് ഒക്കെ ശരിയല്ല. അപ്പം എനിക്ക് ശരിയല്ലാന്ന് തോന്നി. അപ്പം അങ്ങനെ കാണുന്നപ്പോൾ തോന്നി സ്വന്തം ഉമ്മാനൊക്കെ കുറ്റം പറയാന്നൊക്കെ പറയുന്ന ആളെ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയാന്ന് നമുക്ക് പറയാനേ പറ്റില്ല. അപ്പം കാരണം പ്രസവ സമയത്ത് ഉമ്മ നോക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഉമ്മക്ക് അങ്ങനെ സാഹചര്യം ആയിരിക്കും, എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തായാലും ഒരു മക്കളെ ഉമ്മ പ്രസവ സമയത്ത് നോക്കാക്കൊന്നുമില്ല, അതിനെന്തൊക്കെ സാഹചര്യം ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാൻ അതൊക്കെ ഇത്തരം മോശമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയോട് കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കടുകിന്റെ മണി സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളത് വിളിച്ച് പറയില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങൾ ആങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ട് അവരായിട്ടും കോണ്ടാക്ട് ഇല്ലാന്ന്. നിങ്ങൾ ആങ്ങളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇതിൽ വിളിച്ച് പറയണമ്പോൾ കുറച്ചേയും കടുമണങ്ങിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ആക്കി. അല്ല സ്വന്തം ഉമ്മാനൊക്കെ വിളിച്ചിങ്ങനെ കുറ്റം പറയാനാ ഒക്കെ ഒരു തരം മോശം പറയണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ തോന്നി. ഞങ്ങൾ എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.